ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സാലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മക്കളെ, A+ നിർണ്ണയിക്കാൻ ചാൻസ് ഉള്ള 9 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പബ്ലിക് ലൈവുകളിൽ അങ്ങനെ ആപ്പ് ലൈവുകളിലൊന്നും അങ്ങനെ അത്ര ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് ഒരു കമന്റ് ആയിട്ടെങ്കിലും നിങ്ങൾ എന്താക്കുക, ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിരുന്നത് കമന്റ് ചെയ്യുക കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി എന്നോ നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് കമന്റ് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്, നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് ഡിസ്റ്റിങ്സ് പെർമ്യൂട്ടേഷൻ ഓഫ് ദി ലെറ്റർ മിസിസിപ്പി. മിസിസിപ്പി എന്ന് പറയുന്ന വേർഡ് നമുക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ ഐകളും ഒരുമിച്ച് വരണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എം എന്ന് പറയുന്ന ലെറ്റർ എത്ര എണ്ണം ഉണ്ട് നോക്കണം. എം എന്ന് പറയുന്ന ലെറ്റർ 1 ആണ്. ഐ എന്ന് പറഞ്ഞ ലെറ്റർ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലെ. 1 2 3 4. പിന്നെ എസ് എന്ന് പറഞ്ഞ ലെറ്റർ എത്ര ഉണ്ട്? അതും 4 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഐക്ക് പകരം എസ് ചോദിച്ചാൽ സെയിം ആൻസർ ആട്ടോ. എസ് 4 എണ്ണം, പി 2 എണ്ണം. ഓക്കെ, ഇത്രയാണുള്ളത്. 1 4 5 5 4 9 9 2 11 1 2 3 4 5 6 7 8 9 10 11. നമ്മൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, മിസിസിപ്പി എന്ന് പറയുന്ന വേർഡ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ ആൻസർ? മൊത്തം 11 ഉണ്ട്. 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഇതല്ല, എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാന്നല്ല ചോദ്യം. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എല്ലാ ഐകളും ഒരുമിച്ച് വരണം. അപ്പൊ 4 ഐകളും നിങ്ങൾ എന്താക്കണം? ഒരുമിച്ച് എഴുതുക. ഓക്കെ, ചിലപ്പോൾ ഐന്റെ സ്ഥാനത്ത് വെർബൽസ് എന്നായിരിക്കും. വെർബൽസ് ആണെങ്കിൽ സെയിം മെത്തേഡ് തന്നെ കേട്ടോ. ഓക്കെ, അപ്പൊ 4 ഐകളും നമ്മൾ ഒരുമിച്ച് എഴുതുക. അപ്പൊ നമുക്കറിയാം ഇവിടെ 4 ലെറ്റേഴ്സ് ഉണ്ട്. മൊത്തം എത്ര ലെറ്റേഴ്സാ? 11 ലെറ്റേഴ്സാ. അപ്പൊ 11ൽ 4 എണ്ണം പോയാൽ ബാക്കി 7 എണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ആ 7ഉം ഈ കാണുന്നത് ഒരു ലെറ്റർ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇത് ഒരു ലെറ്ററാ. 4 ഐ ഒരുമിച്ച് ചെയ്താൽ അത് ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ 7 + 1 ദാറ്റ് ഈസ് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം? ഈ 7 എണ്ണത്തിൽ എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. ഐ ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ. കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെന്റ് നടക്കല്ലോ. ഇതിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെന്റ് എന്താണ്? ഇവിടെ 4 ഐകൾ ഉണ്ട് അല്ലേ. ഇവിടെ എത്ര ഐകളുണ്ട്? 4 ഐകളുണ്ട്. സോ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അതിൽ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇവിടെ കട്ടായി പോകും. എന്തിനാണ് ഞാൻ ഈ സ്റ്റെപ്പും കൂടി എഴുതി തന്നതെന്നറിയോ? ചിലപ്പോൾ ഐ ഒ ആണ് തന്നതെങ്കിൽ ഇവിടെ 4 ലെറ്റേഴ്സ് ഉണ്ട്. 4 ഫാക്ടോറിയൽ, അതിൽ 3 എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അടിയിൽ 3 ഫാക്ടോറിയൽ വരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് എക്സ്ട്രാ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അറിയാം. അപ്പോൾ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം, ഇതിന്റെ ആൻസർ എത്രയാണോ അതാണ് എൻ്റെ ഉത്തരം. ക്ലിയർ ആണല്ലോ? ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. എന്നാൽ ഈ കാണുന്ന ചോദ്യം എങ്ങനെ മക്കളെ? ഈ വീഡിയോ ഒക്കെ എപ്പോഴാണ് ഉപകാരപ്പെടുക അറിയോ? ഈ വീഡിയോ ഒന്നും ചിലപ്പോൾ നമ്മൾ പബ്ലിക് ലൈവിൽ ഒന്നും ഡിസ്കസ് ചെയ്യില്ല ഈ ക്വസ്റ്റ്യൻസ് ഒന്നും. അപ്പോൾ ഈ വീഡിയോ കണ്ട കുട്ടികൾക്ക് മാത്രമേ അഥവാ പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത ഒരുപാട് തവണ എക്സാമിന് വരാത്ത എന്നാൽ എക്സാമിന് വന്നാൽ പലർക്കും ടഫ് ആണ് എന്ന് തോന്നുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. A+ ഫുൾ മാർക്കൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരിക്കലും എന്താക്കരുത്, ഈ വീഡിയോ മിസ്സാക്കരുത് കേട്ടോ. സോ മക്കളെ, അടുത്തൊരു ചോദ്യം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്യും അല്ലേ. ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന വേർഡ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? എല്ലാ ലെറ്ററും നമ്മൾ എഴുതുന്നു. പെർമ്യൂട്ടേഷൻ്റെ എല്ലാ ലെറ്ററും നമ്മൾ എഴുതുന്നു. പേഷൻ IONS അല്ലേ. എല്ലാത്തിലും ഒന്നേ ഉള്ളൂ. എല്ലാ ലെറ്ററും ഒന്നേ ഉള്ളൂ. ടി മാത്രം 2 എണ്ണം ഉണ്ട്. ബാക്കിയെല്ലാം 1. എത്ര ലെറ്റർ ഉണ്ട് നോക്കാം? 1 2 3 4 5 7 8 9 10 11 12 എണ്ണം ഉണ്ട് അല്ലേ. 1 2 3 4 5 6 7 8 9 10 11 12. കറക്റ്റാണ്. ഈ കാണുന്നത് വേർഡ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് വിത്ത് എസ് അല്ലേ. പിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും എസ്സിൽ എൻഡ് ചെയ്യുകയും. സംഗതി സിമ്പിൾ ആണ്. പി എന്ന് പറഞ്ഞ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തു. എസ്സിന് എൻഡ് ചെയ്യണം, അപ്പോൾ അവിടെ അറേഞ്ച്മെന്റ് ഇല്ല. അപ്പോൾ ബാക്കി എത്ര ലെറ്റേഴ്സ് ഉള്ളൂ? 10 ലെറ്റേഴ്സ് ഉള്ളൂ. അതിൽ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതേ ടിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടിയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും ഇവിടെ ടി ക്ലോസ് ചെയ്യുക, എസ് എൻഡ് ചെയ്യുക. ഓക്കെ, ബാക്കി 10 ലെറ്റർ ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇതിൽ നിന്ന് ഒരു ടി വേർഡ് പോകും. അപ്പോൾ ബാക്കി 1 ഉണ്ടാവുള്ളൂ. അപ്പോൾ ബൈ 10 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ വരാം. ഓക്കെ, ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, അതറിയാത്ത ആളുകളുണ്ടെങ്കിൽ ലൈവ് ഒന്ന് കാണുക, അതിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ദർ ആർ ഓൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ് ഞാൻ പറയുന്നില്ല തൽക്കാലത്തേക്ക്. എല്ലാ ബബേഴ്സും ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബബേഴ്സിനും നിങ്ങൾ ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഏതൊക്കെ ലെറ്റർ ഉണ്ട്? ഞാൻ AEIOU. ഓക്കെ, 5 എണ്ണം ഉണ്ട്. മൊത്തം 12 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണം ഇവിടെ വന്നു, ബാക്കി 7 എണ്ണം. A+1 8. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ 7 എണ്ണത്തിൽ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ഈ 7 എണ്ണത്തിൽ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 മാത്രമാണ്.
ഇൻറ്റു ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ എത്ര നമ്പർ ഉണ്ട്, 5 നമ്പർ ഉണ്ട്, അതിൽ ഒറ്റ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇൻറ്റു 5 ഫാക്ടറി. ഇതാണ് ബി ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ദർ ആർ ഓൾവേസ് 4 ലെറ്റേഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് എസ്. പി എന്ന് പറയുന്ന നമ്പറിൻ്റെയും എസ് എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇടയിൽ 4 ലെറ്റേഴ്സ് വേണം. അപ്പോൾ ഒരു ഓപ്ഷൻ ഇതാണ് അല്ലേ, അതായത് ഒന്നാമത്തെയും 6ാമത്തെയും നമ്പർ അല്ലേ, അതായത് ഇതിൻ്റെ ഇടയിൽ പി എസ് ഉണ്ടാവും, പി ആൻഡ് എസ്. പിന്നെ എത്ര ഉണ്ടാവും, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2ാമത്തെയും 7ാമത്തെയും. അപ്പോൾ 1 6 2 7 3 8 4 9 5 10 6 11 7 12, മൊത്തം 12 എണ്ണല്ലേ ഉള്ളത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പിൻ്റെയും എസിൻ്റെയും ഇടയിൽ ലെറ്റേഴ്സ് വരുന്നത് ഇത്രയും ഓപ്ഷൻസിലാണ്. ആദ്യം പി വന്നു, 6ാമത്തേലും പി വന്നു, 2ാമത് പി വന്നു, 7ാമത്തേലും പി വന്നു. അങ്ങനെ ഇത്ര നമ്പറേ പറ്റുള്ളൂ, കാരണം 12 നമ്പറേ ഉള്ളൂ. അടുത്ത 8 13 പറ്റുമോ? ഇല്ല, 13 ലെറ്റർ ഇവിടെ ഇല്ല. ഇപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. നമ്മൾ പറഞ്ഞത് പിൻ്റെ എസിൻ്റെ ഇടയിൽ എന്നാണ് പറഞ്ഞത്. പിൻ്റെ എസിൻ്റെ ഇടയിലുള്ള പോലെ തന്നെ എസിൻ്റെയും പിൻ്റെ ഇടയിലും ഇതേ പോസിബിലിറ്റി സെയിം ആണ്. പി എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ എസ് എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇത് പിയും എസും. ഇനി വേണം എസ് പി എന്ന് എഴുതിയാൽ എന്താ, പിൻ്റെ എസിൻ്റെ ഇടയിൽ തന്നെ അല്ലേ, പിൻ്റെ എസിൻ്റെ ഇടയിൽ തന്നെയാണ് ഈ ലെറ്റർ വരുന്നത്. അപ്പോൾ ഇൻറ്റു 2 കൂടി വരും. അത് മൊത്തം 14 തരത്തിൽ എന്താക്കും ഇവിടെ വരും. പക്ഷെ പല ആൾക്കാർ ആൻസർ എന്ത് ചെയ്തും 14 എന്ന് എഴുതും. കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ, അങ്ങനെ എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം പിൻ്റെ എസ്, പി ആൻഡ് എസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഒറ്റ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പി ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ആണ്. അപ്പോൾ 12 ലെറ്ററിൽ പിയും എസും ഫിക്സഡാണ്. ബാക്കി 10 ലെറ്റർ ഉണ്ട്, അതിൽ ടി മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. ഇൻറ്റു 14 അവർ. ഇത് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല, എന്നാലും ഞാൻ പറയാണ്, കുറച്ചൊരു ടഫുള്ള ടോപ്പിക്കാണ്, എന്നാലും ഞാൻ പറയാണ് മക്കളെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. പിൻ്റെ എസിൻ്റെ ഇടയിൽ എപ്പോഴും 4 ലെറ്റർ ഉള്ളത് എത്ര തരത്തിൽ നമുക്ക് എന്താക്കാം, വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം, അറേഞ്ച് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ പിൻ്റെ എസിൻ്റെ ഇടയിലായതുകൊണ്ട് മൊത്തം എത്ര ഉണ്ടാവും, പി എസ് ഒഴിവാക്കിയാൽ ബാക്കി 10 എണ്ണം ബൈ 2 ഇതാണ് അറേഞ്ച്മെന്റ് വരിക. പക്ഷേ കണ്ടീഷൻ എന്താണ്, പിൻ്റെ എസിൻ്റെ ഇടയിൽ എത്ര വേണോ, 4 എണ്ണം വേണം. അങ്ങനെ എത്ര ഉണ്ട്, 14 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇത് ഇൻറ്റു 14 ആണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കുക, 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഇനി അഥവാ എന്നിട്ട് മനസ്സിലായെങ്കിൽ ഈ ചോദ്യം അങ്ങനെ എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ചിലപ്പോൾ 3 മാർക്കിലൊക്കെ വരും. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് 5 കാർഡ് കോമ്പിനേഷൻ ഔട്ട് ഓഫ് ഡെക്ക് ഓഫ് 52 കാർഡ്സ് ഇഫ് ദർ ഇസ് എക്സാക്ട്ലി 1 ace ഇൻ ഈച്ച് കോമ്പിനേഷൻ. 52 കാർഡിൽ നിന്നും 5 കാർഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ എഴുതി വെക്കും. മക്കളെ, തെറ്റാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 52 കാർഡിൽ നിന്നും 5 കാർഡ് കോമ്പിനേഷൻ എത്ര തരത്തിൽ എടുക്കാം? അതിന്റെ ആൻസർ 52C5 കോമ്പിനേഷൻ ആണ്. എന്നാൽ ഇവിടെ കൃത്യമായിട്ട് ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താ കണ്ടീഷൻ അറിയോ? നമ്മൾ എടുക്കുന്ന കാർഡിൽ നിർബന്ധമായിട്ടും ഒരു ഏസ് കാർഡ് വേണം. ഒരു ഏസ് കാർഡ് നമുക്കറിയാം, മൊത്തം 4 ഏസ് കാർഡുള്ളത്, അതിന് ഒരു ഏസ് കാർഡ്. മൊത്തം 52 കാർഡ് ഉണ്ട്, അതിൽ ഏസ് കാർഡ് കറക്റ്റ് ഒന്നേ പാടുള്ളൂ, കൂടാൻ പറ്റില്ല. അപ്പോൾ ഈ 4 ഏസ് കാർഡിൽ നിന്ന് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടാൻ പറ്റില്ല. ഈ 4 ഏസ് കാർഡ് പിന്നെ എടുക്കാനും പറ്റില്ല, കാരണം പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഏസ് കാർഡ് ആവാൻ ചാൻസ് ഇല്ലേ. ഫോർ എക്സാമ്പിൾ 52 കാർഡ് ഉണ്ട്, അതിൽ 4 എണ്ണം ഏസ് കാർഡാണ്, 48 എണ്ണം അല്ലാത്ത കാർഡാണ്. ഈ 4 എണ്ണത്തിൽ നിന്നാണ് നമ്മൾ ഒരു കാർഡ് എടുക്കുന്നത്. എന്നിട്ട് അതിൽ ഒരു കാർഡ് എടുത്ത് ബാക്കി 3 എണ്ണം ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ പിന്നൊന്നും എടുക്കുന്നത് ഏസ് ആയി പോകില്ലേ. അങ്ങനെ ഏസ് വരാൻ പാടില്ല. എക്സാക്ട്ലി 1 ആണ് പറ്റുന്നത്. അപ്പം ബാക്കി എത്ര ഉണ്ടാവും, 48 എണ്ണം ഉണ്ടാവും. ഓക്കെ, 4C1 ഇൻറ്റു ആ 48 എണ്ണത്തിൽ എന്തെടുക്കണം, 4 എടുക്കണം, കാരണം മൊത്തം 5 എണ്ണം വേണം. ഇതാണ് ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടോ. ഇത്ര ചെയ്യാൻ 3 മാർക്ക് ഉണ്ടാവും. പക്ഷേ ഈ ഐഡിയ കിട്ടാനുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ചോദ്യം മുഴുവൻ വായിച്ചിട്ട് ഉത്തരം ഇതാവും, കാരണം അതിൽ കണ്ടീഷൻസുകൾ ഉണ്ടാവും. 52 കാർഡിൽ നിന്നും 5 കാർഡ് എടുക്കാൻ എല്ലാവരും വേഗം പോയി 52C5 എഴുതും. അത് തെറ്റാണ്. അതിൽ കണ്ടീഷൻ എന്താണ്, എക്സാക്ട്ലി 1 ഏസ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ സ്റ്റുഡൻറ്റ് ചൂസ് എ പ്രോഗ്രാം ഓഫ് 5 കോഴ്സസ്? 5 കോഴ്സ് എടുക്കണം ഔട്ട് ഓഫ് 9 കോഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പല ആൾക്കാരും 9C5 എന്ന് എഴുതും. തെറ്റാണ്. ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് അവൈലബിൾ ആൻഡ് 9 കോഴ്സുകൾ അവൈലബിൾ ആണ്, അതിൽ 5 എണ്ണം എടുക്കണം. അത്ര മാത്രമാണ് ചോദ്യമെങ്കിൽ 9C5 പക്ഷേ ഇതിലെ കണ്ടീഷൻ എന്താ, അവൈലബിൾ ആൻഡ് 2 സ്പെസിഫിക് കോഴ്സസ് ആർ കമ്പൽസറി. എല്ലാ കുട്ടികൾക്കും 2 കോഴ്സ് കമ്പൽസറിയാണ്. അതായത് 5 കോഴ്സ് എടുക്കണമെങ്കിൽ 2 കോഴ്സ് കമ്പൽസറി ഫിക്സ്ഡാ. ബാക്കി എത്ര കോഴ്സേ ഉള്ളൂ, ബാക്കി 3 കോഴ്സേ എടുക്കേണ്ടേ ഉള്ളൂ. അപ്പം 9 എണ്ണത്തിൽ 2 എണ്ണം കമ്പൽസറി, 2 എണ്ണം കഴിഞ്ഞു. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട് 7 എണ്ണം. ആ 7 എണ്ണത്തിൽ നിന്ന് എത്ര എണ്ണം എടുക്കണം, ബാക്കിയുള്ള 3 എണ്ണം എടുക്കണം. സോ ഇതിൻ്റെ ആൻസർ 7C3. ഇത്ര ചെയ്താൽ ഫുൾ മാർക്കാണ്. അത് 7 × 6 × 5 ഡിവൈഡ് ബൈ 1 × 2 × 3. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 2 × 3 6 വെട്ടി, ദാറ്റ് ഈസ് 35 ആണ് ഇതിൻ്റെ പോസിബിലിറ്റി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇത് ഐഡിയ കിട്ടണമെങ്കിൽ എന്താക്കണം,
ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, അടുത്തൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ആപ്പ് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയാണ്, സെയിം മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ വർക്കായിട്ട് തരും. ഇത് ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്, പെർമ്യൂട്ടേഷനും വരുന്നുണ്ട്, കോമ്പിനേഷനും വരുന്നുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഹൗ മെനി വേർഡ്സ്, എത്ര വേർഡ്സ്, വിത്ത് ഓർ വിത്തൗട്ട് മീനിങ്. വിത്തൗട്ട് മീനിങ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ഓക്കെ, ഈച്ച് ഓഫ് 3 വെർബേഴ്സ്, 3 വെർബേഴ്സും വേണം, 2 കോൺസണൻസ് വേണം. ക്യാൻ ബി ഫോംഡ് ഫ്രം ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇൻവല്യൂട്ട്. ഇൻവല്യൂട്ട് എന്ന് പറയുന്ന വേർഡിൽ നിന്നും ഇത്ര വെർബേഴ്സും ഇത്ര കോൺസണൻസും. അവിടെ മനസ്സിലായി, അത് സെലക്ഷൻ ആണ്. ഇൻവല്യൂട്ട് എന്ന് പറയുന്ന വേർഡിൽ നിന്നും വെർബേഴ്സും എടുക്കണം, കോൺസണൻസും എടുക്കണം. അവിടെ സെലക്ഷനാണ്. പക്ഷെ നമ്മൾ എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഹൗ മെനി വേർഡ്സ് ആണ്. ഹൗ മെനി വേർഡ്സ് ആണ്, അത് അറേഞ്ച്മെന്റാണ്. അപ്പം സെലക്ഷനും വന്നു, ഇതും വന്നു, അറേഞ്ച്മെന്റും വന്നു. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇൻവല്യൂട്ട് എന്ന് പറയുന്ന വേർഡിൽ 4 വെർബേഴ്സ് ആണ്. ഏതൊക്കെ? IOUE 4 4 കോൺസണൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ 4 വെർബേഴ്സിൽ നിന്ന് 3 വെർബേഴ്സ് 4C3. പിന്നെ 4 കോൺസണൻസിൽ നിന്ന് 2 കോൺസണൻസ് എന്നാൽ എന്താ അറിയോ? വെർബേഴ്സ് അല്ലാത്തത്. ഓക്കെ, വെർബേഴ്സ് എത്ര ഉണ്ടോ അല്ലാത്തതാണ് കോൺസണൻസ്. അപ്പൊ ഇത്രയും തരത്തിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. ഇനി എത്ര തരത്തിൽ അതിനെ അറേഞ്ച് ചെയ്യാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡു എത്ര തരത്തിലാ? 5 തരത്തിൽ. 5 എണ്ണം വേണം അല്ലെ? മൊത്തം 3 വെർബേഴ്സ് 2 കോൺസണൻസ്. അപ്പൊ ഇൻഡു 5 ഫാക്ടോറിയൽ. ഇവിടെ ഒറ്റൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ഒന്നും കൂടി എഴുതണം. ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞ വേർഡിൽ ഒറ്റൊന്നും എന്താക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഇതല്ലെങ്കിൽ നിങ്ങളോട് ടഫായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള സെയിം ടോപ്പിക് ഏതാണ് അറിയോ? ഇതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. സെയിം മോഡൽ ടോപ്പിക് ആണ്. ഇതിന് ആൻസർ നിങ്ങൾ എന്താക്കണം? കമന്റ് ചെയ്യണം കേട്ടോ. സെയിം മോഡൽ ആർക്കൊക്കെ മനസ്സിലായി നോക്കട്ടെ. ഓക്കെ, അപ്പം അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ്. ഒരു ഡിക്ഷണറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് വിച്ച് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് എഗെയിൻ. എഗെയിൻ എന്ന് പറയുന്ന വേർഡ് അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് എത്ര വേർഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം? എഗെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എ എത്ര ഉണ്ട് നോക്കാം. എ 2 എണ്ണം, G 1, I 1, N 1. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈസി ആയിട്ട് 1 1 2 1 3 4 5 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അല്ലേ? 5 ഫാക്ടോറിയൽ 5 × 4 5 4 20 20 × 3 120 120 ബൈ 2, അതായത് 60 വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് നമുക്ക് എത്ര വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം? വിത്തൗട്ട് മീനിങ് 60 എണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ഡിക്ഷണറി ഓർഡർ ചെയ്താണെങ്കിൽ 50ാമത്തെ വേർഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ 60 വേർഡ്സിന് നമ്മൾ ഡിക്ഷണറി ഓർഡർ ചെയ്താണെങ്കിൽ 50ാമത്തെ വേർഡ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന ലെറ്ററിൽ തുടങ്ങുന്ന എത്ര വേർഡ്സ് ഉണ്ട്? എ എന്ന് പറയുന്ന ലെറ്റർ, കാരണം ഡിക്ഷണറി ഓർഡറിൽ എ ആണ് ആദ്യത്തത്. അപ്പോൾ എ നമ്മൾ ഫിക്സ് ചെയ്തു. 2 എയിൽ 1 എനെ നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ബാക്കി 1 എ ഉള്ളത്. സോ ഇതിന് ആൻസർ എന്നാ മൊത്തം എത്ര ഉണ്ട്? 4 എണ്ണം. 4 ഫാക്ടോറിയൽ ബൈ, അതിൽ ഒറ്റൊന്നും എന്താക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം 1 എനെ നമ്മൾ എടുത്തത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 4 ഫാക്ടോറിയൽ 4 × 3 × 2 ദാറ്റ് ഈസ് 24 ആണ്. എ കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? ABCDEFG അല്ലേ? ABCDEFG അല്ലേ? അടുത്ത നമ്മൾ ജിയിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ജിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ജിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജീനെ ക്ലോസ് ചെയ്തു. ബാക്കി 2 എ ഉണ്ട്. 4 ഫാക്ടോറിയൽ ബൈ ജീനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? ജി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 ലെറ്റർ ഉണ്ട്. ഈ 2 2 ഓക്കെ, കാരണം എ 2 ഉണ്ട്. അപ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ എത്ര കിട്ടിയ? 24 ബൈ 2 ദാറ്റ് ഈസ് 12 ആണ്. ജി കഴിഞ്ഞാൽ FGDHI ആണ്. അതിൽ എത്ര ഉണ്ട്? ഈ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതും ഇതേപോലെ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. അപ്പോൾ ഇത് ABCDEFGയും ഐയും എഗെയിൻ എന്ന് പറഞ്ഞ വേർഡിൽ ആകെ 3 എണ്ണം ഉള്ളത്. അതിൽ എ എടുത്തു, ജി എടുത്തു, ഐ എടുത്തു. ബാക്കി ഇനി എടുത്ത എത്ര വരാനുള്ളത്? N ആണ് വരാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. ഇപ്പം തന്നെ ആയി. നമുക്ക് 50ാമത്തെ വേർഡാണ് കണ്ടിട്ടുണ്ട്. എയിൽ തുടങ്ങുന്ന 4 എണ്ണം, എയിൽ തുടങ്ങുന്ന 24 എണ്ണം, ജിയിൽ തുടങ്ങുന്ന 12, ഐയിൽ തുടങ്ങുന്ന 12, ദാറ്റ് ഈസ് 48 വേർഡ് ഇപ്പായി. നമ്മൾ കണ്ടുപിടിക്കേണ്ട 50ാമത്തെ വേർഡാണ്. 48 വേർഡ് എത്തുന്ന 60 എണ്ണത്തിൽ 48 എണ്ണം AGI എന്ന് പറയുന്ന വേർഡ് തുടങ്ങുന്നതാണ്. അപ്പോൾ 49ാമത്തെ വേർഡ് ഏതിലായിരിക്കും തുടങ്ങുന്നത്? എന്നിലായിരിക്കും തുടങ്ങുന്നത്. എന്നിന് നമ്മൾ ഡിക്ഷണറി ഓർഡർ ചെയ്താണ് ABCDEFGHI നാഗി എന്ന് വരും അല്ലേ? എന്നിൽ നമ്മൾ തുടങ്ങുന്ന 49ാമത്തെ വേർഡ് 49th വേർഡ് നാഗിയാണ്. അപ്പോൾ 50th വേർഡ് എന്തായിരിക്കും? ആ ഈനെ അങ്ങോട്ട് ഇടാം, നായിക്. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ 15th വേർഡ് കേട്ടോ, നായിക്. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ഞാൻ പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒന്ന് പോയി കാണാം കേട്ടോ. എൻ്റെ ഗെയിമിൻ്റെ ആ ലൈവിൽ ലാസ്റ്റിലേക്ക് സെയിം മോഡൽ എഗെയിന് പകരം ഞാൻ വേറൊരു വേർഡ് വെച്ചിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് മറന്നു, ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു വേർഡ് 26th വേർഡാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ഗ്യാങ് അല്ല, ഓക്കെ, അങ്ങനെ ഏതൊരു സാധനം. അപ്പോൾ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ. ഇനി 2-3 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ഞാൻ എന്താക്കും?
2 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ലൈവിലൊന്നും കാണാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കുറേ ആളുകൾക്ക് വെറൈറ്റി ആയിട്ടുണ്ടാവും. സോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കുക, ഒരു കമൻറ്റൊക്കെ ഇടുക. കാരണം നിങ്ങൾ ഇടുന്ന കമൻറ്റുകളാണ് വീണ്ടും വീണ്ടും വീഡിയോസ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഹൗ മെനി നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 lakh അല്ലേ? ഒറ്റ 10 100 1000 14 ലക്ഷം 10 ലക്ഷം 10 lakh 1 million. 1 million-നേക്കാൾ വലിയ എത്ര നമ്പേഴ്സ് ഈ കാണുന്ന നമ്പർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ട് മൊത്തം 7 നമ്പറാണുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം എന്താണ്? 7 ആണ്. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ആൻസർ. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ നമ്പർ ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. അപ്പോൾ ഈ കാണുന്നതിൽ എത്ര നമ്പേഴ്സേ നമുക്ക് വരാൻ പറ്റുള്ളൂ? ഇവിടെ 3 ടൈപ്പ് ഓഫ് നമ്പറാണ്. 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്പർ ഒന്നെങ്കിൽ 1 ആവണം, അല്ലെങ്കിൽ 2 ആവണം, അല്ലെങ്കിൽ 4 ആവണം. ഈ 3 പോസിബിലിറ്റി ഉള്ളത്. അപ്പം 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് ഉണ്ട്? 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് ഉണ്ട്? മൊത്തം 7 എണ്ണം ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7. ഇത് 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട് നോക്കണം. 1-ൽ സ്റ്റാർട്ട് ചെയ്യുക 1 ലക്ഷത്തിൻ്റെ 1 സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അതെന്താവും? 1 ലക്ഷം 10 ലക്ഷത്തിൻ്റെ മുകളിലാവും. ഓക്കെ, അപ്പം അങ്ങനത്തെ എത്ര ഉണ്ട്? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ അല്ലേ? 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 6 എണ്ണം ഉണ്ട്. 3 2 2 4 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. പിന്നെ ആൻസർ പറഞ്ഞാൽ 6 × 4 × 5 × 5 × 4 × 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. 3 3 വെട്ടാം, 2 4 വെട്ടാം. 6 × 5 30 32 60. നേരത്തെ 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട് നോക്കാം. 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 2 അങ്ങ് ഒഴിവാക്കാം. ബാക്കി എത്ര ഉണ്ട്? 1 2 3 4 5 6. 6 ഫാക്ടോറിയൽ ബൈ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 4 2 എണ്ണം, 2 2 എണ്ണം. ദാറ്റ് ഈസ് 6 × 4 2 എണ്ണം അല്ലേ? 6 × 5 × 4 × 3 × 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. 2 2 20 2 4 20. 2 3 6 6 × 5 30 30 × 6 180. ഇതേപോലെ 4-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട്? 4-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഉണ്ട്? മൊത്തം 6 എണ്ണം ഉണ്ട് അല്ലേ? 6 എണ്ണം ഉണ്ട്. 6 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. കാരണം 4-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തം 6 എണ്ണം. ഓക്കെ, അതിൽ ഏത് 2 മാത്രമേ 3 എണ്ണം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒന്നേ ഉള്ളൂ 3 ഫാക്ടോറിയൽ. കാരണം ഒരു 4 2 4-ൽ നിന്ന് ഒരു 4 നമ്മൾ എടുത്തു. സോ ആൻസർ ഇത് ചെയ്താൽ 6 6 × 5 30 × 4 120 × 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്പർ ഓഫ് ഇത് എന്ന് പറഞ്ഞത്. സോ 120 + 60 + 180. അപ്പോൾ 360 ഇതിൻ്റെ ആൻസർ കേട്ടോ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നതാണ്. ഒറ്റ ക്വസ്റ്റ്യനും ചെയ്തിട്ട് ഞാൻ എന്താക്കും, ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കും. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ കമ്മിറ്റി ഓഫ് 7 ഹാസ് ടു ബി ഫോംഡ് 9 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. 9 ബോയ്സും ഉണ്ട്, 4 ഗേൾസും ഉണ്ട്. അതിൽ നിന്ന് 7 ആളുകൾ എടുക്കണം. അപ്പോൾ ഒരാൾ ഇതിന് ആൻസർ ചെയ്താൽ 9 4 13 13 C7 എഴുതും. പക്ഷേ തെറ്റാണ്, കാരണം ഇവിടെ കുറേ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഇപ്പോൾ ടോട്ടൽ ഇത്ര മാത്രമേ ഉള്ളെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്താ? ഇത്രയും ഹൗ മെനി ബേസ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് മാത്രമാണ് ചോദ്യമെങ്കിൽ എന്താക്കാം, ഇതിൻ്റെ ആൻസർ 9 4 13 C7 ആണ്. പക്ഷെ അങ്ങനെ അല്ല ചോദ്യം. ഇവിടെ കുറച്ച് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി 3 ഗേൾസ് ആണ്. എക്സാക്ട്ലി 3 ഗേൾസ്, കറക്റ്റ് 3 ഗേൾസ് വേണം. അപ്പോൾ കറക്റ്റ് 3 ഗേൾസ് വേണം എന്ന് പറഞ്ഞാൽ മൊത്തം 7 ആളുകളാവേണ്ടി. ഇവിടെ 4 ഗേൾസ് ആണ്. അപ്പോൾ കറക്റ്റ് 3 ഗേൾസ് പറഞ്ഞാൽ 4 എണ്ണത്തിൽ 3 എണ്ണം എടുക്കാം. ഇൻറ്റു 4 എണ്ണത്തിൽ 3 എണ്ണം എടുത്തു ഇൻറ്റു മൊത്തം 7 എണ്ണം വേണം. അപ്പോൾ ബാക്കി 9 ബോയ്സിൽ നിന്ന് നമ്മൾ എത്ര ആളെടുക്കണം? 4 ആൾക്കാരെ എടുക്കണം. അപ്പോൾ മൊത്തം 7 എണ്ണമായി. ഓക്കെ, 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസ് ഇൻറ്റു 9 ബോയ്സിൽ നിന്ന് 4 ഗേൾസ്, 4 ബോയ്സ്. അങ്ങനെയാണ് മൊത്തം എന്ത് വരുന്നത്? എക്സാക്ട്ലി 3 ഗേൾസ് വരുന്നത്. അതേ സമയത്ത് നിങ്ങളോട് പറയാണ് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും ചുരുങ്ങിയത് 3 ഗേൾസ് വേണം. അവിടെ കുറേ ഓപ്ഷൻസ് വരും. ഏറ്റവും ചുരുങ്ങിയത് 3 ഗേൾസ് വേണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 4 ഗേൾസിൽ നിന്ന് 3 ഗേൾസ് ഇൻറ്റു 9 C4 കഴിഞ്ഞിട്ടില്ല, ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ഇടണം. കാരണം അവിടെ 7 ആൾക്കാരാണ് എടുക്കേണ്ടത്, ഓൾറെഡി 7 ആൾക്കാരായി കഴിഞ്ഞു. പ്ലസ് അല്ലെങ്കിൽ 4 ഗേൾസിന് 4 ഗേൾസും എടുക്കാം, കാരണം ഏറ്റവും ചുരുങ്ങിയതാണ്. കൂടിയാൽ കുഴപ്പമില്ല, കുറഞ്ഞാലാ പ്രശ്നം. ഇൻറ്റു 9 C3. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താണോ ഉത്തരം കിട്ടുന്നത് അതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, അറ്റ്മോസ്റ്റ് 3 ഗേൾസ്. സി ക്വസ്റ്റ്യൻ ആണ്. സി ക്വസ്റ്റ്യൻ അറ്റ്മോസ്റ്റ് 3 ഗേൾസ് ആണ്. ഏറ്റവും കൂടിയാൽ 3 ഗേൾസ്. അപ്പോൾ കുറയാം. അപ്പോൾ 4C3 ഇൻറ്റു 9C4 പ്ലസ് 4C2 ഇൻറ്റു 9C3 9C5. മൊത്തം 7 എണ്ണം വേണം. അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മൊത്തം 7 എണ്ണം വേണം. 3 4 7 2 5 7 3 4 7 3 4 7 4 3 7 അല്ലേ? മൊത്തം 7 എണ്ണം വേണം. കഴിഞ്ഞിട്ടില്ല. 4C2 വേണമെങ്കിൽ 4C1 ആവാം, ഒരു ഗേൾ ആവാം, 6 ബോയ്സ് ആവാം. ഒറ്റ ഗേളും വേണ്ട, 9 ബോയ്സ് ആവാം. ഏറ്റവും ചുരുങ്ങി ഏറ്റവും കൂടിയത് 3 ഗേൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗേൾസ് ഒറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല.
അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ് വരുന്നത് അതായിരിക്കും കേട്ടോ. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് അത് വെച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടോളൂ പറ്റുകയാണെങ്കിൽ. എല്ലാവരും ചെയ്യാനൊന്നുമില്ല, എന്നാലും അത് സന്തോഷമാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്താക്കുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ +1 പഠിക്കുന്ന A+ ഒക്കെ വിചാരിക്കുന്ന ബുജികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർക്ക് അറിയുമെന്ന് നോക്കണമല്ലോ അല്ലേ. ഇപ്പോൾ നിങ്ങൾ പഠിച്ചെങ്കിൽ അതും പഠിക്കാം. കുറച്ചൊരു ബുദ്ധിമുട്ടാവും, ചില ആൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും, യാതൊരു സംശയമില്ല. പറ്റുന്ന ആൾക്കാരെ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെങ്കിലും പഠിക്കുക കേട്ടോ. സോ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ വേണം നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.